ആരും സ്ക്രോൾ ചെയ്ത് പോരില്ലേ. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അതിനൊരു മറുപടി പറയാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാനൊരു പിതാവാണ്. മലപ്പുറത്തൊരു പെൺകുട്ടി, 14 വയസ്സായ പെൺകുട്ടി 16 വയസ്സായ കാമുകൻ്റെ ക്രൂര ബലാത്സംഗത്തിനിരയായി മരണപ്പെട്ടു. അപ്പോൾ അവരെ ഞാൻ കുറ്റം പറയും മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളെയാണ് ആദ്യം നമ്മൾ കുറ്റം പറയുന്നത്. 14 വയസ്സായ ഒരു പെൺകൊച്ച് ഒരു ആൺ സുഹൃത്തുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് അറിയാനുള്ള അവസരങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയതുണ്ട്. അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സംഭവത്തിൽ കലാശിച്ചത്. ഇപ്പോൾ കൊല ചെയ്ത ആ കുട്ടിയുടെ വീട്ടുകാർ അറിയുന്നുണ്ടോ, എൻ്റെ മകൻ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ അപകടപ്പെടുത്തി കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ആ വീട്ടുകാരും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തു വിടുമ്പോൾ, ഒരുപാട് ഫ്രീഡം കൊടുത്തു വിടുന്ന നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ ദിവസവും അരമണിക്കൂർ നമ്മുടെ ജോലിയും കാര്യങ്ങളും തിരക്കുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരെ കൂടെ ഇരുന്ന് കുറച്ച് സമയം അവരെ വീക്ഷിക്കുകയും അവരുടെ പഠനങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ സ്വഭാവങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അച്ഛനില്ലെങ്കിൽ അമ്മ കണ്ടെത്തണം, അമ്മയില്ലെങ്കിൽ അച്ഛൻ കണ്ടെത്തണം. ഇതിൽ ആരെങ്കിലും നമ്മൾ അവരുടെ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ആൺ സുഹൃത്ത് വിളിച്ച വഴിക്ക് ഇവിടെ പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം അവർ നമ്മൾ ശരിക്കും ഒരു പ്രണയത്തിൻ്റെ രീതികളിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പം ഞാനൊരു അച്ഛനാണ്, എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമേ ഉള്ളൂ ഈ മരണപ്പെട്ട ആ പെങ്കൊച്ചിനും. അപ്പോൾ ഇന്ന് മലപ്പുറത്ത് സംഭവിച്ചത് നാളെ നമ്മളെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നടന്നൂടാന്ന് ആരും വിചാരിക്കണ്ട. അവിടെ നടന്നത് ഇവിടെ നടക്കാം, ഇവിടെ നടന്നത് അവിടെ നടക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും മാതാപിതാക്കൾ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ, അത് കൃത്യമായിട്ടും അവരത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വളർത്തും. അല്ലെങ്കിൽ നാളെ ഇതിലും വലിയ അനുഭവങ്ങൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും അവരവരുടെ റെസ്പോൺസിബിലിറ്റി കാണിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. അത് ഇതേപോലെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് വിഷമം നമുക്ക് സഹിക്കാൻ പറ്റാത്തതായി. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധിച്ച് വളർത്തുക. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എന്താണെന്ന് നമ്മൾ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ആരെയും വിഷമിപ്പിക്കാനോ ഒരു റീച്ച് കിട്ടാനോ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാതാപിതാക്കളായാലും മറ്റേത് സുഹൃത്തുക്കൾ സഹോദരങ്ങളായാലും നമ്മുടെ ഫാമിലിയിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അന്ന് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരുപാട് അത് വിഷമമുണ്ടാകും. അത്തരം വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല.